ഹായ് എവ്രി വൺ. ഇതിനു മുമ്പ് ഞാൻ 2025 ബെസ്റ്റ് ഹോളിവുഡ് മൂവീസ് എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാനൊരു 10 മൂവീസിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ആ വീഡിയോയിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഇനിയും മൂവീസ് ഉണ്ട്, അത് വെച്ച് ഞാൻ വേറെ വീഡിയോ ചെയ്യുന്നതായിട്ട്. സോ ദിസ് ഇസ് ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദാറ്റ് സീരീസ്. എൻ്റെ ലിസ്റ്റിലെ ഫസ്റ്റ് മൂവി ദ ബ്രൂട്ടലിസ്റ്റ്. ഞാൻ 2025 കണ്ടതിൽ എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഒരു ക്ലാസിക് സ്റ്റോറി ടെല്ലിംഗ് ഉള്ള ഒരു നല്ലൊരു മൂവിയായിരുന്നു. മൂവിയുടെ മെയിൻ ആക്ടറായിട്ട് വന്നിരിക്കുന്നത് ആഡ്രിയൻ ബ്രോഡിയാണ്. പുള്ളിക്കാരൻ തന്നെ പിയാനിസ്റ്റ് എന്ന് പറയുന്ന മൂവി ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ആ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അപ്പം അതിൻ്റെ ഒരു ആ ലെവലിലുള്ളൊരു കൈൻഡ് ഓഫ് സ്റ്റോറി ടെല്ലിംഗ് തന്നെയാണ് ഇതിലും. അതായത് സ്ലോ പേസ്ഡ് ആയിട്ടുള്ള ഒരു എന്താ പറയുന്നത്, ഒരു ആളുടെ ലൈഫിനെ ഫുള്ള് പോർട്രേ ചെയ്യുന്ന രീതിയിലുള്ളൊരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. ഇതിലെന്ന് പറഞ്ഞാൽ വേൾഡ് വാർ 2 നിന്ന് രക്ഷപ്പെട്ട ഒരു ജൂയിഷ് ആയിട്ടുള്ളൊരു ആള് US വന്ന് അയാളുടെ ലൈഫ് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നു. അതാണ് അതിൻ്റെ ഒരു സ്റ്റോറി. വളരെ രസകരമായ രീതിയിൽ നമ്മൾ നല്ലപോലെ നമ്മളെ ഒട്ടും തന്നെ ബോറടിപ്പിക്കാത്ത രീതിയിൽ പോകുന്നൊരു സ്റ്റോറിയാണ്. കുറച്ചൊക്കെ ഡാർക്ക് ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മൈൻഡ് ബെൻഡിങ് ആക്കുന്ന, അതായത് നമ്മളെക്കുറിച്ച് നല്ലപോലെ ചിന്തിപ്പിക്കുന്ന സീനുകളൊക്കെ ഉണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. ഈ മൂവിക്ക് ഓസ്കാറിൽ ബെസ്റ്റ് പിക്ചറിനുള്ള നോമിനേഷൻ ഉണ്ടായിരുന്നു. എന്നാലും ഈ മൂവിക്ക് വേറെ 2 ഓസ്കാർ അവാർഡ്സാണ് കിട്ടിയത്. ആഡ്രിയൻ ബ്രോഡിക്ക് ബെസ്റ്റ് ലീഡിംഗ് ആക്ടർ എന്നുള്ള ഓസ്കാർ അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ബെസ്റ്റ് സ്ക്രീൻ പ്ലേക്കുള്ള ഓസ്കാർ അവാർഡും ഈ മൂവിക്കാണ് കിട്ടിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ഹെററ്റിക്. ഇത് 2025 ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിങ്ങിൽ വന്ന ഹൊറർ മൂവിയാണ്. ഇതിൻ്റെ മെയിനായിട്ട് ലീഡ് ആക്ടറായിട്ട് വരുന്നത് ഹ്യൂ ഗ്രാൻഡ് ആണ്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആക്ടർ ഓഫ് ഹോളിവുഡ്. അതുപോലെ തന്നെ നല്ലൊരു സ്റ്റോറി ലൈൻ ഉണ്ടായിരുന്നു. പിന്നെ ക്ലൈമാക്സ് വരെ നമ്മളെ നല്ലപോലെ സസ്പെൻസിൽ ഇരുത്തുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. പിന്നെ ഹോളിവുഡിലെ നോർമലായിട്ടുള്ള ഹൊറർ മൂവീസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലൈമാക്സ് പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. നല്ലൊരു മൂവിയാണ്. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ലോങ് ലെഗ്സ്. ഈ മൂവി ഞാനത് തിയേറ്ററിൽ കാണാൻ ഉണ്ടായ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഒരു ലീഡിങ് റോളിൽ നിക്കോളാസ് കേജ് ഉണ്ട്. പുള്ളിക്കാരൻ്റെ ആക്ടിങ് ഈ മൂവിയിൽ വേറെ ലെവലാണ്. പുള്ളിന് ഇതുപോലെ ഒരു റോളിൽ, അല്ലെങ്കിൽ ഇത്രയും ഒരു എഫേർട്ട് എടുത്ത ഒരു റോളിൽ ഞാൻ വേറൊരു സിനിമയിലും കണ്ടിട്ടില്ല. നല്ലൊരു മൂവിയായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡാർക്ക് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. കുറച്ച് നമ്മളെ നല്ലപോലെ പേടിപ്പിക്കുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. ഒരു സീരിയൽ കില്ലറിൻ്റെ ഒരു കഥ, അത് അന്വേഷിക്കുന്ന പോലീസ്, FBI അതുപോലെയുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷെ നല്ല രീതിയിലുള്ളൊരു എക്സിക്യൂഷൻ കൊണ്ട് 2025 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആയിരുന്നു ലോങ് ലെഗ്സ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും. എൻ്റെ ലിസ്റ്റിൽ അടുത്ത മൂവി കോൺക്ലേവ്. ഇത് 2025 എനിക്ക് വൺ ഓഫ് ദ ഫേവറേറ്റ് മൂവിയാണ്. ഇതിൻ്റെ മെയിൻ സ്റ്റോറി എന്ന് പറഞ്ഞാൽ വത്തിക്കാനിൽ പോപ്പ് മരണപ്പെടുന്നു. അദ്ദേഹത്തിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് അടുത്ത ഒരാളെ എലക്ട് ചെയ്യുന്നു. ആ ഒരു ഫുള്ളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ മൂവിയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിലുണ്ടാകുന്ന കോൺഫ്ലിക്ട്സ്, അവരുടെ ഇടയിലുണ്ടാകുന്ന ഇന്റേണൽ ഇഷ്യൂസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. അതിന് എക്സ്റ്റേണൽ ആയിട്ടുള്ള എങ്ങനെയാണ് ബാക്കിയുള്ള ഇടപെടലുകൾ ഉണ്ടാകുന്നത്, അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. നമുക്കറിയാത്ത ഒരു ആ ഒരു ഇലക്ഷന്, ആ ഒരു പ്രോസസ്സ് അതൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കോൺക്ലേവ് ഒരിക്കലും മിസ് ചെയ്തതൊരു പടമാണ്. ഹോളിവുഡിൽ തന്നെ വൺ ഓഫ് ദ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് ആണ്. നമ്മളെ നല്ലപോലെ പിടിച്ചിരുത്തുന്ന, ഒട്ടും ബോറടിക്കാത്ത, നല്ല സസ്പെൻസിങ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അതുപോലെ തന്നെ എനിക്ക് അതിൽ റാൽഫ് ഫിയനസിൻ്റെ ആക്ടിങ് വളരെ ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരൻ്റെ മൂവീസ് എല്ലാം തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു മൂവിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ഫ്യൂരിയോസ എ മാഡ് മാക്സ് ആകാം. അതായത് ലാസ്റ്റ് ഇറങ്ങിയ മാഡ് മാക്സ് ഫ്യൂറി റോഡിൻ്റെ ഒരു പ്രീക്വൽ ആയിട്ടാണ് ഈ ഒരു മൂവി വരുന്നത്. അതിൽ ഫ്യൂരിയോസ എന്ന ക്യാരക്ടറിൻ്റെ ഒരു സ്റ്റോറി, അതാണ് ഈ മൂവി പറയുന്നത്. അതിൻ്റെ ഒരു ബാക്ക് സ്റ്റോറിയാണ് പറയുന്നത്. ഇതിൽ ക്രിസ് ഹെംസ്വർത്ത് ഒക്കെ ഒരു കിടുക്കാച്ചി റോഡിൽ വന്നിട്ടുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. ഞാനിത് IMAX-ലാണ് കണ്ടത്. മാഡ് മാക്സ് ഫ്യൂറി റോഡ് തിയേറ്ററിൽ ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ ഒരു വിടവ് നികത്താൻ ഈ ഒരു മൂവി IMAX-ൽ കണ്ടതിൽ എനിക്ക് സാധിച്ചു. അത്രയ്ക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളി മൂവിയായിരുന്നു. ത്രൂ ഔട്ട് ആ ഒരു ഫൈറ്റ് സീൻസ്, അതുപോലെയുള്ള ആ റേസിംഗ് സീൻസ്, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി സ്ക്രീനിൽ. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2025 വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ആണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി സൂപ്പർമാൻ. ഇത് 2025 പുറത്തു വന്ന DC-യുടെ സൂപ്പർമാൻ. നമ്മുടെ മാർവൽ മൂവീസൊക്കെ ഡയറക്റ്റ് ചെയ്ത ജെയിംസ് ഗൺ DC-യിൽ പോയി DC-യുടെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സൂപ്പർ ഹീറോനെ വേറെ ഒരു സെപ്പറേറ്റ് രീതിയിൽ അവതരിപ്പിച്ചൊരു മൂവിയാണിത്. ഇതിൽ നമ്മുടെ മാൻ ഓഫ് സ്റ്റീലിലൊക്കെ കണ്ട സൂപ്പർമാനെ പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പർമാനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത്
കുറച്ച് അടിയിടിയൊക്കെ കൊണ്ടു കഴിയുമ്പോൾ ക്ഷീണിക്കുന്ന, അതുപോലെ തന്നെ കുറച്ച് ഈ പവേഴ്സൊക്കെ യൂസ് ചെയ്ത് കഴിയുമ്പോൾ നല്ലപോലെ റീചാർജ് ചെയ്യേണ്ടി വരുന്ന, അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പർമാൻ. വളരെ കോമിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ആ ലെവലിലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൂവിയായിരുന്നു. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു സൂപ്പർമാൻ മൂവിയായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലറൊക്കെ കണ്ടപ്പോൾ തന്നെ ഈ ഒരു ഡിഫറൻസ് ഫീൽ ചെയ്തിരുന്നു. നല്ലൊരു മൂവിയാണ്. ഇത് മിസ് ചെയ്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ബ്ലിങ്ക് ട്വൈസ്. ബ്ലിങ്ക് ട്വൈസ് എന്ന മൂവി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ് ടിൽ എൻഡ് കണ്ടിരുന്ന് ഇതെന്താണ് ഇവിടെ നടക്കുന്നത് നമുക്ക് മനസ്സിലായി വരാൻ തന്നെ ഒരു ക്ലൈമാക്സ് ഒക്കെ ആവും. അത്രയ്ക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഒരു സർവൈവൽ ത്രില്ലർ സസ്പെൻസ് മൂവി എന്ന് പറയാം. അതുപോലത്തെ ഒരു സ്റ്റോറിയാണ്. ഇതിൽ മെയിൻ ലീഡ് ആക്ടറായിട്ട് വരുന്നത് ചാനിങ് ടാറ്റമാണ്. ഈ മൂവി ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സോയി ക്രാവിറ്റ്സ് ആണ്. പുള്ളിക്കാരത്തി ഹോളിവുഡിലെ ഒരു ഫേമസ് ആക്ട്രസ് കൂടിയാണ്. നല്ലൊരു മൂവിയായിരുന്നു. ഒരു വെറൈറ്റി സസ്പെൻസ് ത്രില്ലർ ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു. അത്യാവശ്യം ചെറിയൊരു ഹൊറർ എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു മൂവിയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി വെപ്പൺസ്. 2025 വന്നതിൽ തന്നെ അല്ല, ഹോളിവുഡിലെ തന്നെ ഹൊറർ ജേണറിൽ വന്നതിൽ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ളൊരു ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ഉള്ളൊരു മൂവിയാണ്. അത് കാരണം ഈ മൂവിയുടെ ആ ഒരു ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. കുറച്ച് ആൾക്കാരുടെ പെർസെപ്ഷനിൽ നിന്നുള്ള ഒരു സെയിം സ്റ്റോറിനെ ആ ടൈം ലൈനിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന കാര്യങ്ങളെ കാണിച്ചു തരുന്ന ഒരു ലെവൽ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് ആണ് അതിൻ്റെ ത്രൂ ഔട്ട് വരുന്നത്. ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പം ചെറിയൊരു ഫണ്ണി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. എന്നാൽ പോലും ഇതൊരു ഹൊറർ ജനറിലുള്ള മൂവിയാണ്. ഈ മൂവിയുടെ ഡയറക്ടറിന്റെ പ്രീവിയസ് മൂവി ബാർബേറിയൻ ഞാൻ കണ്ടിരുന്നു. അതും ഇതുപോലെ തന്നെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ മൂവി അടിപൊളിയായിരുന്നു. നല്ലപോലെ ക്രിട്ടിക്സ് ഒക്കെ വളരെയധികം ക്രിട്ടിക്സ് കമന്റ് ചെയ്തൊരു മൂവിയാണ്. ഒരു ക്രൗഡ് ഫേവറേറ്റ് ആയിട്ടുള്ള മൂവിയാണ്. ഇതിൽ ജോഷ് ബ്രോളിനൊക്കെ ഒരു ലീഡ് റോളിൽ വരുന്നുണ്ട്. നല്ലൊരു മൂവിയായിരുന്നു. വെപ്പൺസ് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കും. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി ദ സബ്സ്റ്റൻസ്. അതായത് ഹോളിവുഡിലെ ബോഡി ഹൊറർ ജോണറിൽ വന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു മൂവിയായിരുന്നു സബ്സ്റ്റൻസ്. ഇത് 2025 ബെസ്റ്റ് മൂവിക്കുള്ള നോമിനേഷൻസ് ഒക്കെ വന്ന മൂവിയാണ്. എങ്കിലും ഈ മൂവിക്ക് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റിനുള്ള അക്കാഡമി അവാർഡ് കിട്ടിയിരുന്നു. ഒരു ഹൊറർ മൂവി എന്ന് തന്നെ പറയാം. കാരണം ബോഡി ഹൊറർ ജോണർ എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് വൾഗറായിട്ട് ഫീൽ ചെയ്യുന്ന, അല്ലെങ്കിൽ കുറച്ച് അഗ്ലി ആയിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ജോണറാണ്. ഈ സോ മൂവിയൊക്കെ കണ്ട് അത്യാവശ്യം പേടിച്ച ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ളൊരു ലെവൽ ഓഫ് മൂവിയാണിത്. വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. വളരെ സയൻസ് ഫിക്ഷൻ ഒക്കെ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. ഈ മൂവി കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. വൺ ഓഫ് ദ യുണീക്ക് എക്സ്പീരിയൻസസ് ഫ്രം ഹോളിവുഡ് ആണ്. നല്ലൊരു മൂവിയാണ്. എൻ്റെ ലിസ്റ്റിലെ അടുത്ത മൂവി അനോറ. 2025 തന്നെ കുറേയധികം മോശമായ വിമർശനങ്ങൾ വന്ന ഒരു മൂവിയാണ് അനോറ. കാരണം ഇതിന് ഓസ്കാറിൽ ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് കിട്ടി. ഇതിൻ്റെ കൂടെ കോമ്പറ്റീഷനായിട്ട് വന്നത് ബ്രൂട്ടലിസ്റ്റ്, സബ്സ്റ്റൻസ്, ഡ്യൂൺ പാർട്ട് 2 പോലെയുള്ള മൂവീസൊക്കെ ആയിരുന്നു. എങ്കിൽ ഈ പടത്തിന് ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് കിട്ടിയതിൽ കുറേ ക്രിറ്റിക്സ് നെഗറ്റീവ് പറഞ്ഞിരുന്നു. കാരണം ഇതിൻ്റെ സ്റ്റോറി തന്നെയാണ്. ഇതൊരു ഡ്രാമ ജോണറിൽ വരുന്ന ഒരു മൂവിയാണ്. ചെറിയ ഫണ്ണി എലമെന്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മൂവിയാണ്. ഇത് ഇത്രയും സീരിയസ് ആയിട്ടുള്ള കഥ പറയുന്ന മൂവീസുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് ബെസ്റ്റ് മൂവി അവാർഡ് വാങ്ങിയതിൽ എല്ലാവരും ആശ്ചര്യപ്പെട്ടിരുന്നു. എന്നാലും തന്നെ നല്ലൊരു മൂവിയാണ്. ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട് മൂവിക്ക്. ഒരു അതിൻ്റെതായ ഒരു യുണീക്ക് സ്റ്റോറി ടെല്ലിംഗ് ഉണ്ട്. അതിൻ്റെതായ യുണീക്ക് ഒരു ഫ്ലോ ഉണ്ട് ആ മൂവിക്ക്. എനിക്ക് പടം അത്യാവശ്യം ഇഷ്ടപ്പെട്ടായിരുന്നു. നല്ലൊരു ചെറിയൊരു രീതിയിലൊരു ഫീൽ ഗുഡ് ഒക്കെ തരുന്ന ഒരു മൂവിയാണ്. നല്ലൊരു മൂവിയാണ്. ഒരു വ്യത്യസ്തമായ കഥയിൽ പോകുന്ന ഹോളിവുഡിലെ തന്നെ വൺ ഓഫ് ദ യുണീക്ക് ആയിട്ടുള്ള ഒരു ഡ്രാമ ജോണറിലുള്ള മൂവിയാണ്. ഇത് കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രമിക്കാം. അനോറ വാസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2025. സോ ഇതാണ് ഞാൻ 2025 കണ്ട ഹോളിവുഡ് മൂവീസിൽ വേറെ കുറച്ച് ബെസ്റ്റ് മൂവീസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത മൂവീസ്. സോ ഇനി ഈ ലിസ്റ്റിൽ മൂവീസ് ഉണ്ട്. കാരണം 2025 കുറേ ഹോളിവുഡ് മൂവീസ് റിലീസായിരുന്നു. അതുപോലെ തന്നെ വേറെ ലാംഗ്വേജിലുള്ള ഈ ഒരു സീരീസ് ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഹിന്ദി, തമിഴ്, മലയാളം ഒക്കെ. സോ അതുപോലെയുള്ള വീഡിയോസിനായിട്ട് മൂവി റിലേറ്റഡ് കണ്ടന്റ്, അതുപോലെ വാച്ച് റിലേറ്റഡ്, അതുപോലെ എന്റർടൈൻമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കണ്ടന്റ്സിന് വേണ്ടി പ്ലീസ് ഫോളോ മൈ ചാനൽ, subscribe to my channel and show some love in the form of likes and comments. Thank you.